നമസ്കാരം. ഞാൻ ഇതിനു മുൻപ് 5 വീഡിയോ ചെയ്തിരുന്നു. 5 വീഡിയോ കണ്ടവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും കമന്റ് രേഖപ്പെടുത്തിയവർക്കും ഒക്കെ വളരെ നന്ദിയുണ്ട്. ഇപ്രകാരം ഒരു ചാനല് തുടങ്ങുവാനുള്ളതായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മുൻപുള്ളതായിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ആവർത്തിക്കുവാനായിട്ട് പോകുന്നില്ല. ഇന്ന് ഞാൻ പറയുന്നതായിരിക്കുന്ന വിഷയം ബ്രാഹ്മണിസം എന്നതാണ്. ബ്രാഹ്മണിസം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരായിരിക്കുന്നവര് അവിടേതായിരിക്കുന്ന ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി അവിടേതായിരിക്കുന്ന ചിന്താമണ്ഡലങ്ങളിൽ ഉരുവെടുത്തതായിരുന്ന ചില പ്രത്യേക ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയായിരുന്നു ബ്രാഹ്മണിസം. ഈ ബ്രാഹ്മണിസം സമൂഹത്തിന് ഒരിക്കലും നല്ലതല്ല. സമൂഹത്തിന് ഭിന്നതയും ദുഷ്ടിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഉടലെടുക്കുന്നതിന് ഈ ചിന്താഗതി ഒരു വലിയ പ്രോത്സാഹനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് 3 പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബ്രാഹ്മണിസം മറ്റുള്ളവരെ അടിമകളാക്കി ഭരണം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടേതായിരിക്കുന്ന ലക്ഷ്യം. 2, കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് അവരുടേതായിരിക്കുന്ന ആശയങ്ങള് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 3, ബ്രാഹ്മണിസം പൈശാചികമാണ്. അപ്പോഴ് ഒന്നാമത്തെ പോയിന്റ് വരുമ്പോൾ മറ്റുള്ളവരെ അടിമകളാക്കണം എങ്കിൽ അവരുടെ വരുമാനം നിഷേധിക്കണം, അവരുടേതായിരിക്കുന്ന വിദ്യാഭ്യാസത്തെ തടസ്സം ചെയ്യണം, അവരുടേതായിരിക്കുന്ന സാമൂഹിക ധാരയിലേക്ക് അവരെ കൊണ്ടുവരാതെ അല്ലെങ്കിൽ ഉന്നത നിലകളിലേക്കുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വഴി ഒരുക്കാതിരിക്കുന്നതായിരിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് ബ്രാഹ്മണിസം. ഇപ്പോഴെ ഹൈറിച്ച് എന്ന് പറയുന്നതായിരുന്ന പ്രസ്ഥാനത്തിനെ തകർക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു പ്രയത്നം, അത് ബ്രാഹ്മണിസത്തിൻ്റെതായിരിക്കുന്ന ഒരു ചെറിയ ശിഖരമാണ്. അതുപോലെ സമൂഹത്തിൻ്റെതായിരിക്കും മുഖ്യധാരയിൽ മറ്റുള്ളവർ വരാതിരിക്കുക, അങ്ങനെ വരുന്നെങ്കിൽ അതിനെ തടസ്സം ചെയ്യുക, ഇതൊക്കെയാണ് ഒന്നാമത്തേതായിരിക്കുന്ന വിഷയത്തിൽ ഉള്ളതായിരിക്കുന്ന വസ്തുതകൾ. 2 എന്ന് പറയുമ്പോൾ ബ്രാഹ്മണിസം അത് കെട്ടുകഥകള് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. കെട്ടുകഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 കഥകള് അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒന്ന്, ബ്രാഹ്മണനായിരിക്കുന്ന പരശുരാമൻ മഴു എടുത്ത് എറിഞ്ഞ മഴു ചെന്ന് വീണ സ്ഥലമാണ് കേരളമായി രൂപപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോഴേ ചെറുപ്രായം ആയപ്പോഴേ എന്റെ കൂടെ പഠിച്ചതായിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചു ഇരുന്നു. ഇന്നാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ തിരിച്ചൊക്കെ ചോദിക്കുമായിരുന്നു, അതെന്തുകൊണ്ടാണ് മഴ എടുത്തെറിഞ്ഞത്, അല്ലെങ്കിൽ വിറക് കീറിയതായിരിക്കുന്ന അവസരത്തിൽ വിറക് കീറാഞ്ഞതുകൊണ്ട് കരി വന്നെറിഞ്ഞതാണോ, അങ്ങനെ ഒരാൾ ആയുധമെടുത്തെറിഞ്ഞാൽ ഭൂമി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ എന്നാൽ ചെറുപ്രായത്തിലൊന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന അറിവും ഞാനും നമുക്കില്ലല്ലോ. പിന്നീട് അധ്യാപകൻ പഠിപ്പിച്ചായിരിക്കുന്ന ഒരു കഥ, കാളിന്തി പുഴയിൽ ഗോപികമാര് കുളിക്കാൻ ഇറങ്ങി അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെതായിരുന്ന വസ്ത്രങ്ങളൊക്കെ അവര് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ചെന്നിട്ട് ഇവിടെ ആയിരുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഒരു മരത്തിന്റെ മുകളിൽ കയറി. ഇവര് കുളി കഴിഞ്ഞ് സമയം, കണ്ണാ ഞങ്ങളുടെ വസ്ത്രം കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഈ മരത്തിന്റെ മണ്ടേ കയറി ഒന്ന് വസ്ത്രം എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കെട്ടുകഥകള് സ്കൂളുകളിൽ പഠിപ്പിക്കുക, സമൂഹത്തിൽ പ്രചരിപ്പിച്ച്
അവിടുതായിരിക്കുന്ന ആശയങ്ങള് ഒക്കെ മറ്റുള്ളവരിലേക്ക് കഥകളിൽ കൂടെയും പദ്യങ്ങളിൽ കൂടെയും കവിതകളിൽ കൂടിയൊക്കെയും പ്രചരിപ്പിച്ച് ബ്രാഹ്മണിസത്തിൻ്റെതായിരിക്കുന്ന വേര് ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു തന്ത്രമായിരുന്നു കെട്ടുകഥകളുടേതായിരിക്കുന്ന പ്രചരണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണിസം പൈശാചികമാണ്. ബ്രാഹ്മണിസത്തിൽ സ്നേഹമില്ല, സൗഹാർദ്ദതയില്ല, സാഹോദര്യമില്ല, മാനവികതയില്ല. തികച്ചും നിഷ്ഠൂരവും നീചവുമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഈ ബ്രാഹ്മണിസത്തിൻ്റെതായിരിക്കുന്ന ഒരു വേര്. നമുക്കറിയാം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ഒരു കാലഘട്ടങ്ങളിൽ പാവപ്പെട്ടതായിരിക്കുന്ന ജനസമൂഹത്തെ കന്നുകാലികളെ വിൽക്കുന്ന പോലെ ചന്തകളിൽ കൊണ്ട് വിലപേശി വിൽക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര നീചമാണ് ബ്രാഹ്മണിസം, എത്ര ദുഷ്ടതയാണ്, എത്ര ക്രൂരതയാണ് എന്നോർക്കണം. എന്റെ ചെറുപ്രായത്തിൽ കാതികന്മാര് കഥാപ്രസംഗമൊക്കെ നടത്തുന്ന വേളയിൽ കുമാരൻദാസന്റേതായിരിക്കുന്ന ഒരു പാട്ട് അവർ പാടിയിട്ട് അവര് കഥയിൽ എന്റേതായിരുന്ന ഭാഗങ്ങൾ വിവരിക്കാറുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ. അപ്പോഴേ കുമാരനാശാൻ പാടിയതായിരിക്കുന്ന പദ്യം മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. ചട്ടങ്ങളെ മാറ്റുക, അല്ലയെങ്കിൽ ചട്ടങ്ങൾ വന്ന് നിങ്ങളെ മാറ്റും. ചട്ടങ്ങൾ വന്ന് നിങ്ങളെ മാറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചട്ടങ്ങളെ മാറ്റണം. എന്നാല് ബ്രാഹ്മണരായിരിക്കുന്നവര് അവിടെതായിരിക്കുന്ന ഇസ്സത്തിൽ നിന്ന് ഒന്നും മാറാതെ അവിടെ ആയിരുന്ന ചട്ടങ്ങളെ മാറ്റുവാൻ അവർ തയ്യാറായില്ല. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, ഒരു പക്ഷെങ്കിൽ അവിടെതായിരിക്കുന്ന ചട്ടങ്ങളെ മാറ്റുവാൻ ഉള്ളതായിരിക്കുന്ന ഒരു സമയം ആസന്നമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോഴ് ഈ വീഡിയോയ്ക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ഇനിയും ധാരാളം വീഡിയോ ഞാൻ ഉണ്ടാകും. നിങ്ങൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.